ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അതായത് നമ്മളെ KLF കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാ കൊല്ലത്തെയും പോലെയല്ല, ഇക്കൊല്ലത്തെ KLF ഞങ്ങൾക്ക് കുറച്ച് അധികം സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങളെ ചളി എന്ന് വിളിക്കുന്ന അഭിരാമിക്ക് ഇക്കൊല്ലം ഒരു സെഷനിൽ മോഡറേറ്ററായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കുറ്റകൃത്യങ്ങൾ ആരാണ് കുറ്റക്കാർ എന്നുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കഥയിൽ KLFിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കടന്നു പോകുന്ന ഒരു വിഷയമാണിത്. എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സംഭവങ്ങളും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടുള്ള മാധ്യമ വിചാരണകളും വളരെയേറെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നും അവരെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കുട്ടികൾ മാറുന്നുവെന്നും സ്കൂളുകളിലും സാമൂഹിക ഇടങ്ങളിലും വീടുകളിലും കുട്ടികൾ ഒട്ടും മുതിർന്നവരുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള അഭിപ്രായം എല്ലായിടത്തും വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു വിഷയത്തിൽ KLF പോലൊരു വേദിയിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. മാനസികാരോഗ്യ മേഖല തന്നെ വലിയ രീതിയിൽ ഉള്ള ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലെ കുറ്റകൃത്യങ്ങൾ കണക്കുകൾ വെച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത് സ്കൂളുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വെല്ലുവിളികളും ഇതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്യാൻ സ്കൂളുകളെയും കുട്ടികളുടെ എത്രത്തോളം ഒരു ജെന്റിൽ പാരന്റിങ്, പോസിറ്റീവ് പാരന്റിങ് എന്നുള്ള ശൈലിയിലേക്കൊക്കെ നമ്മൾ മാറുമ്പോൾ, അതുപോലെ തന്നെ കുടുംബത്തിലെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലുണ്ട് എന്ന് ചോദിക്കാൻ കഴിയും. താങ്ക് യു അഭിരാമി. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളെ കുറിച്ച് വളരെ ആശങ്കയോടെ സംസാരിക്കുന്ന കഥകളിലും ഒതുങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എല്ലാ തലമുറകളിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നിപ്പോ അത് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടികളെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ ശരിയാകുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ അടിച്ചു വളർത്തുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് പണിഷ്മെന്റുകൾ നൽകുമ്പോൾ ആണ് കുട്ടികൾ ശരിയാകുന്നത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനോ അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ വൈബിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു വൈബ് പിടിച്ചുകൊണ്ട് പോകുന്നതിനോ ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്കൂളുകൾ ആ ഒരു രീതിയിലുള്ള സിലബസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിലുള്ള സെറ്റിംഗ് ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിൽ എന്തുകൊണ്ടൊക്കെയോ പിറകോട്ടാകുന്ന പോലെ ചില സ്ഥലങ്ങളിലെങ്കിലും തോന്നുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സുകൾ എടുക്കാനൊക്കെ അധ്യാപകർ വിളിക്കുമ്പോൾ ചില ടോപ്പിക് തന്നിട്ട് നമ്മളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും അതിനോടൊരു വാല്യൂ എന്നുള്ള കണക്കിന് അവർ കൂട്ടിച്ചേർക്കുന്നത് കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കില്ല, കുട്ടികൾ നമ്മൾ കൺട്രോളിലല്ല, അതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതിന്റെ കൂടെ ഒന്ന് ചേർക്കണം, വിഷയം അതല്ലെങ്കിൽ കൂടി അത് ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് വേണം പറയാൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിനിടയിൽ കേൾക്കാറുണ്ട്. കുറെ അധികം ടീച്ചേഴ്സ് കുട്ടികൾക്ക് സപ്പോർട്ടീവായിട്ടും കുറെ അധികം ആളുകൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടും പോകുന്ന ഒരു സാഹചര്യം. സ്കൂളുകളിൽ കുട്ടികൾക്ക് വരുന്ന ഒരു മത്സരാധിഷ്ഠിതമായിട്ട് കുട്ടികളും പോകുന്നുണ്ട്. പാരന്റിങ്ങും ഉണ്ട്, സ്കൂളുകളും ഉണ്ട്, ബുള്ളിങ്, ടീച്ചേഴ്സിന്റെ കമ്പാരിസൺ മെന്റാലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്കൂളുകളിൽ. ഞാൻ ഈ പറയുന്നതിന് എത്രത്തോളം ടെൻഷൻ ആയിട്ടുള്ള സാധനമാണ് അറിയില്ല. പക്ഷേ കുട്ടികൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവർ ഒരു പേടി അവരെല്ലാവരും കാര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാനും അവരുടെ വൈബിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കാനും അധ്യാപകർക്കും സ്കൂൾ സംവിധാനങ്ങൾക്കും സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ സ്കൂൾ ഇപ്പം ടീച്ചറാണ്, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ വളരെയേറെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹക്കി മാഷോട് ഒന്ന് പറയുന്നു. നമസ്കാരം. ഇതിൽ ഇങ്ങനെ കുട്ടികൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, പണ്ടത്തെക്കാല പ്രശ്നങ്ങളുണ്ട് എന്ന അഭിപ്രായമുള്ളവർക്ക് കൈവന്നിരിക്കണം. ഓഡിയൻസ് ഇപ്പം സംഗതി നമ്മുടെ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ എണ്ണം കുറവാണ്. സത്യത്തിൽ ഒന്നിനും കൊള്ളാത്ത നിവൃത്തി മുതിർന്ന ആളുകളാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. അങ്ങനെ പറയാം. ഞാനും ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ മക്കള് അച്ഛനെ പോയിക്കോട്ടെ വിചാരിച്ചൊരു സ്നേഹം ഉള്ളതുകൊണ്ട്, വാപ്പയല്ലേ അച്ഛൻ എന്നെ നമുക്ക് സ്നേഹം ഉള്ളതുകൊണ്ട് സത്യത്തിൽ അവരുടെ ഒരു കൺസേൺ അല്ലെ അവരുടെ പക്ഷത്ത് നോക്കിയാൽ ഏറ്റവും പ്രശ്നക്കാരാണ് നമ്മൾ തന്തവൈബ് എന്നൊക്കെ പറയല്ലോ ഇപ്പൊ നാടൻ ഭാഷ. നിങ്ങൾ ആ കുട്ടികളുടെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച് ഞാൻ കണക്ട് ചെയ്തോ.
ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുന്ന 5 ഏരിയയാണ് പ്രധാനമായിട്ടുള്ളത്. കുട്ടികളുടെ പക്ഷത്ത് പറയാം, കുട്ടികൾ കണക്ട് ചെയ്യുന്ന 5 ഏരിയ. ഒന്ന് വീടാണ്, പാരൻസ് ആണ്. 2 സ്കൂളാണ്, അവരുടെ അടുത്ത ഏരിയ. 3ാമത്തെ പൊതുസമൂഹമാണ്. ഈ 3 ഏരിയയിൽ കുട്ടികൾ സത്യത്തിൽ കംഫർട്ടാണ്. ഞങ്ങൾ പറഞ്ഞില്ല, നമ്മൾ പണ്ട് ബ്രോക്കൺ ഫാമിലിയെ കുറിച്ച് പറയാറില്ലേ? ഇപ്പൊ അതിന്റെ വ്യക്തിത്വപരമായിട്ടുള്ള ചില പേഴ്സണാലിറ്റി ഡിസോർഡർ അതും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ബാധകമാകുന്നുണ്ട്. നമ്മളൊരു ഉപരിതലത്തിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്കൂളുകളിലും അല്ലെങ്കിൽ പാരന്റിങ്ങിലും കുടുംബത്തിലും ഒതുങ്ങിയിരിക്കുന്ന ഒരു ചർച്ച കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള തലത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ മാനസിക അവസ്ഥ എന്താണ് എന്നുള്ള തലത്തിലേക്കോ പലപ്പോഴും അത്രയങ്ങോട്ട് ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ട് പോകാറില്ല. ചില ആളുകൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അവെയർ ആകുന്നു പറയുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു തലം പലപ്പോഴും ഉണ്ടാകാറില്ല. കുട്ടികളുടെ അഡോളസൻസ് കാലഘട്ടത്തിൽ ഇതിപ്പോൾ പറഞ്ഞ സമയത്താണ് അതിനോട് അഡോളസൻസ് എന്ന് പറയുന്ന ഒരു സീരീസ്, അഡോളസൻസ് എന്ന് പറയുന്ന ഒരു സീരീസിൽ വരുന്നൊരു കാര്യമുണ്ട്. ലാസ്റ്റ് ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാത്തിനും ഒരു മീനിങ് ഉണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളെ ഫിൽട്ടർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്, കുട്ടികളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന അച്ഛന്റെ ലാസ്റ്റ് വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയും ഒക്കെ സീരീസിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം കുട്ടികളുടെ ഒരു ബ്രെയിൻ കുറച്ചുകൂടി അഗ്രഷനോട് അല്ലെങ്കിൽ അഡോളസന്റ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അഗ്രഷനോട് കുറച്ചുകൂടി വൾനറബിൾ ആണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതും അതുപോലെ തന്നെ കോവിഡാനന്തരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ അവസ്ഥയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളും ഡിജിറ്റൽ ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ലഹരി ഉപയോഗവും എല്ലാം കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയെ ഏത് തലത്തിലാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് സാർ ഒരു മാനസികാരോഗ്യ മേഖലയിൽ വിദഗ്ധൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു തലത്തിൽ റഹീമുദ്ദീൻ സാറിന് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. കോവിഡ് മനുഷ്യന്റെ ജീവിതത്തിലും സകലമായ ചിന്തകളും കാര്യമായി മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ആരാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു വ്യക്തത ഉണ്ടാവും. ആ സമയത്ത് അവരുടെ ഡോമിനൻസ് കാണിക്കുന്ന ഉണ്ടാവും, ഈഗോ വൾനറബിലിറ്റി ഉണ്ടാവും. ഈ ഈഗോ വൾനറബിലിറ്റിയുടെ കുട്ടിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, അവരെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രസ്ട്രേഷൻ പോലെ ഒരു കേസ്. 3ാമത്തെ റിയൽ പ്രഷർ ഏറ്റവും കൂടുതലാണ്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ കോവിഡ് ഉണ്ടാക്കിയ വലിയ മാറ്റം നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ വാസികളായിട്ട്, ഡിജിറ്റൽ നേറ്റീവ്സ്, ശിലായുഗ വാസികൾ എന്ന് പറഞ്ഞ പോലെ ഡിജിറ്റൽ വാസികളായിട്ട് അവരെ മാറ്റിക്കഴിഞ്ഞു. ഈ ഡിജിറ്റൽ വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ എണീക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം മൊബൈലാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. കാരണം 5 മണിക്കൂർ താഴെയാണ് ശരാശരി കുട്ടി ഉറങ്ങുന്നത്. 1997 ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള നഫീസ എന്ന് പറയുന്ന ഒരു ലേഡി, അവരോട് അവസാനത്തെ ഒരു റൗണ്ടിൽ ചോദിച്ച ചോദ്യം, ഏറ്റവും വലിയ അനീതി എന്ന് നിങ്ങൾ കരുതുന്നത് എന്തിനെയാണ്? അപ്പൊ അവര് പറയുന്നത് ഈ ലോകത്തേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അതിന് സമാധാനം കൊടുക്കാതിരിക്കുക എന്ന് ചെയ്യുന്നത്, സമാധാനം കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഭൂരിഭാഗം ആളുകളും നമ്മളുടെ കുട്ടികളോട് അനീതിയല്ലേ ചെയ്യുന്നത് ഒരു കണക്കിന് അല്ലെങ്കിൽ വേറൊരു കണക്കിൽ എന്ന് പറയുന്നത്. ഒരു നോർമലൈസ് ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ കുട്ടികളാണ് നോർമൽ. ഈ നോർമൽ കുട്ടികളുടെ ഇടയിലേക്ക് നമ്മളുടെ കുട്ടീനെ ഒഴിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ശ്രമിക്കുമ്പോൾ അതിലില്ലാണ്ടാകുന്ന കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ സാർ പറഞ്ഞു വെച്ച് നോക്കുന്നു, എങ്ങനെയാണ് നമുക്ക് അതിനൊരു തരണം ചെയ്യാൻ സാധിക്കുക? ലൈഫ് കോച്ച് എന്നുള്ള രീതിയിൽ ലൈഫ് സ്കില്ലുകൾ ഇതിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്? സത്യത്തിൽ കുട്ടികളോട് കാണിക്കുന്ന അനീതികൾ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നത്, അത് റിയലൈസ് ചെയ്യുന്നത് ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ ശരിക്കും തോന്നും. ഇപ്പൊ പല പെൺകുട്ടികളും അല്ലെങ്കിൽ ഒരുപാട് ഞാൻ കൂടുതൽ സംഭവം അതായത് ഒരു മുന്നേറ്റമായി വന്നിട്ടുണ്ട്. നമുക്കറിയാം കുട്ടികളുടെ ഒരു സമൂഹത്തിൽ ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ ആക്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പം അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഇത് ഞാൻ ചോദിക്കുകയാണ്, പക്ഷേ ഹക്കീമാസ് മറുപടി പറയും. ഇതോടുകൂടി എൻ്റെ റോള് ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് അപ്പം ആ ഒരു കാര്യത്തിനെ പറ്റി റഹീം സാർ എനിക്കൊരു അതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ എന്നുള്ള രീതിയിൽ അതിനെ പറ്റി ഒന്ന് സംസാരിക്കണം. ഒപ്പം നമ്മൾ നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം നമുക്ക് ചിലപ്പോൾ നിലനിർത്താൻ പറ്റിക്കോളണമെന്നില്ല. കണ്ടീഷണൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ബന്ധങ്ങളിൽ നമ്മൾ നിലനിൽക്കുന്നത്. പക്ഷേ കുട്ടികളുടെ അടുത്ത് കുറച്ചെങ്കിലും ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അതോടൊപ്പം തന്നെ സ്കൂളുകളിലാണെങ്കിലും ടീച്ചേഴ്സ് മാർക്ക് വാങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികൾ എന്നുള്ള
ബുക്സുകളുണ്ട് മാതൃഭൂമി ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു ബുക്ക് എഴുതിയതിനു ശേഷം ഒരു റെഫറൻസ് എന്ന പോലെയാണ്. അപ്പം ആ ഒരു ബുക്ക് എഴുതാനുണ്ടായിട്ടുള്ള സാഹചര്യവും അതിൽ എന്ത് അത് എഴുതുമ്പോൾ അത് വായിക്കുമ്പോൾ സാറിന് അറിയായിരിക്കും ഒരുപാട് ആളുകൾ അതിനെ പറ്റിയിട്ട് പല രീതിയിലാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കൂടി നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ രക്ഷിതാക്കള് അവര് കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു എക്സാമിൽ കോഴ്സ് നടത്തിയിട്ട് എക്സാമിൽ പാസ്സായാൽ മാത്രം കുഞ്ഞു മതിയില്ല. കാരണം നമുക്കറിയാം ചെറിയൊരു ബൈക്ക് ഓടിക്കണമെങ്കിൽ മിക്ക എത്ര ലൈസൻസ് ഉണ്ടാകും. അതേപോലെ തന്നെയാണ് അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ഇവിടെ ഉണ്ട് എന്നും അതാണ് യഥാർത്ഥ പ്രശ്നം ഞങ്ങളും പറഞ്ഞത്. കാരണം ഈ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ തലമുറകളെ ഒന്നടങ്കം വിക്ടിംസായി തിരുത്തുക എന്നുള്ള അഭിപ്രായം തന്നെയാണ്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു KLF സെഷൻ ഇങ്ങനെ ഒരു ഉച്ച സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ അവളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഏതെങ്കിലും കാലത്തേക്ക് ഇതുപോലെ KLFൻ്റെ ഒരു സെഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇപ്പം അത് അത്രയും വർഷങ്ങൾക്ക് ശേഷം അതിവിടെ സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. അവളുടെ സെഷൻ കഴിഞ്ഞ് അവളെ കണ്ടതിന് ശേഷം ഞാനും ഹരിതയും കൂടി ബുക്ക് ഷോപ്പിൽ കയറി കുറേ ബുക്കൊക്കെ നോക്കി. ഒരു ബുക്ക് വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ഹലോ ഗൈസ്, ഇതാണ് ചളിക്ക് സ്പീക്കേഴ്സിൻ്റെ വക കിട്ടിയത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സൈസ് അറിയുന്ന ഷൂ തന്നതാണ്. പക്ഷെ അല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തോ ആണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറി. സോൾട്ടഡ് കാരമൽ ഡെസേർട്ട് സോസ് ടോപ്പിംഗ് ആൻഡ് സ്പ്രെഡ്. അതൊന്നും എനിക്കറിയില്ല, ഞാൻ ബ്രെഡിൽ തേച്ച് തിന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ, കുരുമുളക്. ഇതാണ് ഇനി മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ പൊടിച്ചിട്ട് പെപ്പർ സ്പ്രേ യൂസ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് വയ്യ. ഇതാണ് അൽഫോൻസോ മാംഗോ ആൻഡ് ആലപ്പിനോ പെപ്പർ എന്തോന്നാണ്, എന്തൊരു ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ്. ഇത് എന്തിലാണ് ഇട്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുറച്ച് ജാടയ്ക്ക് വേണ്ടി ഞാൻ പറയാം, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതില് ഈ തൊളയിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അഭയ്ക്കും ഹരിതയ്ക്കും സ്നേഹത്തോട് കൂടി അങ്ങോട്ട് കൊടുത്തു. അവർ നക്കി നക്കി തിന്നിട്ടില്ല. ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് KLFന്ന് കിട്ടിയത്. പിന്നെ ഈ ബാഗിൽ വേറെ കുറെ സാധനങ്ങളുണ്ട്. എന്തൊക്കെയുള്ള കുറെ ബുക്ക് എന്തൊക്കെയുണ്ട് ഗൈസ്. സന്തോഷം.